ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ ഉയരുന്നത് വിജയ്ക്കെതിരെയാണ്. വിജയ് ചെയ്തത് ശരിയായില്ല. അപ്പോൾ തന്നെ സുരക്ഷാ പാളിച്ചകളൊക്കെ ടിവിക്കെതിരെ വരുമ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിൽ വിജയ്ക്കെതിരെ ഒരു പ്രതിഷേധം അത്തരം രീതിയിലുണ്ടോ നിലവിൽ? ഇന്നലെ അപകടവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്ന് സ്വാഭാവികമായും വിജയ്ക്ക് എതിരെ ഉള്ളതാണ്. വിജയുടെ ഫാൻസായ ആളുകൾ അടക്കം അത് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരായ ആളുകൾ പൂർണ്ണമായി പോലീസിന്റെ സുരക്ഷയാണ്, ഞങ്ങൾ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു, ഈ പോലീസ് സുരക്ഷാ വീഴ്ച വരുത്തി എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം മറ്റ് ആളുകൾ പറയുന്നത് ഈ വിജയ് സമയത്തിന് വരാതിരുന്നതും ആളുകളെ ഈ വലിയ ഒരു ആൾക്കൂട്ടത്തിനിടയിലേക്ക് കയറിയ ഉടനെ കാരവന് അകത്ത് ഇരിക്കുക മാത്രം ചെയ്തു. മുകളിൽ കയറി കൈവീശി കാണിച്ചെങ്കിൽ ഇത്രയും ആളുകൾ ആ വാഹനത്തിനടുത്തേക്ക് ഒന്നിച്ച് വരുന്നത് ഒഴിവാക്കാമായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വന്ന ആളുകളാണ്. അപ്പോൾ ആളുകളെ ഈ വലിയ ആൾക്കൂട്ടം, 1 കിലോമീറ്ററിലധികം നീണ്ടു നിൽക്കുന്ന ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അതിന്റെ തുടക്കത്തിൽ തന്നെ ആളുകളെ കണ്ട ഉടൻ തന്നെ കൈവീശി കാണിച്ചിരുന്നെങ്കിൽ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായപ്പെടുന്ന ആളുകളുമുണ്ട്. യെസ്, എന്തായാലും വിജയ്ക്കെതിരെ കൂടെ വലിയ ആരോപണങ്ങൾ അവിടെ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. ഈ അപകടത്തിൽ ഒരു പരിധിവരെ വിജയ്ക്ക് പങ്കാളിത്തമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത്. ഇത് രാഷ്ട്രീയപരമായി വലിയ ആയുധമാക്കുമോ എന്നുള്ള ഭയം ടിവിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര അന്വേഷണം എന്നുള്ള ആവശ്യത്തിലേക്ക് ടിവിക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് കോടതി ഒരു ആവശ്യം പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ ജുഡീഷ്യൽ അന്വേഷണവും പോലീസ് അന്വേഷണവും ഒക്കെ ത്വരിതഗതിയിൽ നടക്കുകയാണ്. ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് സ്ഥലത്തെത്തും എന്നുള്ളത് കൂടിയാണ്. ജസ്റ്റിസ് അരുണ ജഗദീശൻ ഇന്ന് കരൂരിലേക്ക് എത്തുന്നുണ്ട്. അല്പസമയം മുൻപ് തന്നെ പോലീസ് പ്രത്യേക സംഘത്തിന്റെ യോഗമടക്കം ചേരുന്നുണ്ട്. അങ്ങനെ അന്വേഷണം അതിന്റെ ഒരു ത്വരിത ഗതിയിലേക്ക് കടക്കുമ്പോൾ അജ്മൽ ദിറാർ കൂടിയുണ്ട്. അജ്മൽ, അതായത് ഈ അന്വേഷണം പുരോഗമിക്കുന്നു, പോലീസ് അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം എല്ലാം വളരെ ത്വരിതഗതിയിൽ നടക്കുന്നു. സ്വാഭാവികമായും ടിവിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ്, അവിടെ വേരുറപ്പിക്കുന്നതേയുള്ളൂ. നിരവധി ആരോപണങ്ങൾ ഇതിനകം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ അന്വേഷണമൊക്കെ ഈ ടിവിക്ക് നേരെ വഴിതിരിച്ചു വിടാൻ അല്ലെങ്കിൽ ഒരു ജനരോഷം കൂടി ആ രീതിയിലാകുമോ എന്നുള്ള ഭയമൊക്കെ ടിവിക്ക് നിലവിൽ ഈ അവസ്ഥയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. അതുതന്നെയാണോ ഈ സ്വതന്ത്ര അന്വേഷണം എന്നുള്ള ഒരു ആവശ്യം സൂചിപ്പിക്കുന്നത്? എൽസി, ഇതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിൻ്റെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പാർട്ടികളാണ് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഇന്ന് നിലവിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള DMK ആയാലും AIDMK ആയാലും. ഇവർ രണ്ടുപേരും പറഞ്ഞു വന്ന ഒരു സ്വത്ത രാഷ്ട്രീയത്തിൻ്റെ വഴിയിലൂടെ തന്നെയാണ് യഥാർത്ഥത്തിൽ വിജയും തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രതിനിധാനം ചെയ്യുന്ന, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും നിറഞ്ഞു നിന്ന നവോത്ഥാന നായകന്മാരായി വാഴ്ത്തപ്പെടുന്ന പെരിയോർ അടക്കമുള്ള നായകന്മാരെ അദ്ദേഹം പ്രദർശിപ്പിച്ചുകൊണ്ടാണ്, അവരുടെ ചിത്രങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സംസ്ഥാന സമ്മേളനം തന്നെ അദ്ദേഹം പാർട്ടിയുടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ആ വിധത്തിൽ DMKക്കും AIDMKക്കും ഒരു കൃത്യമായ രാഷ്ട്രീയ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഈ വിധത്തിൽ ടിവിക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. ആദ്യമൊന്നും ഒരു ഐഡിയയും ഐഡിയോളജിയും ഇല്ലാത്ത പാർട്ടിയാണ് ടിവിക്ക് എന്ന് കണ്ട് ഉദയനിധി സ്റ്റാലിനായാലും അതോടൊപ്പം തന്നെ സ്റ്റാലിനായാലും DMKയുടെ മറ്റ് നേതാക്കളായാലും ആ വിധത്തിൽ അവരെ ദുർബലരായി കണ്ട് മാറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ പൊടുന്നനെയാണ് ആദ്യമായി തമിഴ്നാട്ടിൽ ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടേക്ക് ഒഴുകിയെത്തുന്നു. അവിടെ നിന്നും അദ്ദേഹം രണ്ടാമതൊരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നു. മധുരയിൽ സംഘടിപ്പിക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിലും അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനങ്ങളിലും ലക്ഷക്കണക്കിന് മനുഷ്യർ ഒഴുകിയെത്തുന്നു. ഇത് നമുക്കറിയാം, സ്വാഭാവികമായും ഇത് വിജയുടെ പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ വിജയ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെയോ കണ്ടുവരുന്ന ആളുകളല്ല. ഈ രാഷ്ട്രീയം വരുന്ന ആളുകൾ മുഴുവൻ വിജയിക്ക് നാളെ വോട്ട് ചെയ്യുമെന്നും തമിഴ്നാട്ടിലെ ജനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവരോ ഒരിക്കലും വിശ്വസിക്കുന്നില്ല.